നമസ്കാരം. വടക്കൻ രാജസൂയം കഥകളിയുടെ ലഘു വിവരണത്തിൻ്റെ രണ്ടാം ഭാഗമാണിത്. ആദ്യ ഭാഗത്ത് രാജസൂയത്തെക്കുറിച്ച് പൊതുവായുള്ള കാര്യങ്ങളാണ് വിവരിച്ചതെങ്കിൽ ഇവിടെ വിവരിക്കുവാൻ പോകുന്നത് ഇന്ന് അരങ്ങിൽ നടപ്പുള്ള ആദ്യത്തെ രംഗത്തെക്കുറിച്ചാണ്. ആട്ടക്കഥയിൽ 10ാമത്തെയോ മറ്റോ രംഗമായിട്ടാണ് ഇത് വരുന്നത്. രാജസൂയം നടത്തുവാൻ തീരുമാനിച്ച് അതിനുശേഷം ജരാസന്ധനെ വധിച്ചെങ്കിൽ മാത്രമേ രാജസൂയം ഭംഗിയായി നിർവഹിക്കുവാൻ കഴിയുകയുള്ളൂ എന്നുള്ള ശ്രീകൃഷ്ണൻ്റെ അഭിപ്രായം മാനിച്ചുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം ജരാസന്ധനെ വധിക്കുവാൻ വേണ്ടി ബ്രാഹ്മണ വേഷത്തിൽ ഭീമനും അർജുനനും ജരാസന്ധൻ്റെ രാജധാനിയായ മഗധയിലേക്ക് പുറപ്പെടുന്നു. അങ്ങനെ അവർ പുറപ്പെട്ട് അവിടെ എത്തി ജരാസന്ധനെ കാണുന്ന രംഗമാണ് ഇന്ന് നടപ്പുള്ള ഭാഗത്തിലെ ആദ്യ രംഗം. ആദ്യാവസാന താടിവേഷക്കാർക്ക് വളരെയധികം സാധ്യതകളുള്ള ഒരു കഥാപാത്രമാണ് ജരാസന്ധൻ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വടക്കൻ രാജസൂയത്തിൽ ജരാസന്ധൻ ചുവന്ന താടി വേഷമാണ്, അതായത് ദുശാസനൻ്റെയൊക്കെ വേഷമാണ് ജരാസന്ധനുള്ളത്. എന്നാൽ തെക്കൻ രാജസൂയത്തിൽ ജരാസന്ധൻ കത്തിവേഷവുമാണ്. അപ്പോൾ ഇവിടെ നമ്മളിന്ന് വടക്കൻ രാജസൂയമാണ് പരിചയപ്പെടുന്നത് എന്നുള്ളതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് ജരാസന്ധൻ താടിവേഷം ഒന്നാം തരം ആദ്യാവസാന താടിവേഷമാണ്. ഈ രംഗം തുടങ്ങുന്നത് ജരാസന്ധൻ്റെ തിരനോക്കോടുകൂടിയാണ്. ജരാസന്ധൻ്റെ തിരനോക്കിന് ശേഷം പദത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ്, പദാഭിനയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് തൻ്റേടാട്ടം എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്യുന്നുണ്ട്. ഈ തൻ്റേടാട്ടം എന്ന് പറയുന്നത് കഥകളിയുടെ ഒരു സങ്കേതമാണ്. ഒരു കഥാപാത്രം, പ്രത്യേകിച്ച് താടി കത്തി വേഷങ്ങളിൽ ഒരു കഥാപാത്രത്തിൻ്റെ തിരനോക്കിന് ശേഷം പലപ്പോഴും, എല്ലായ്പ്പോഴും വേണമെന്നില്ല, പലപ്പോഴും അപ്പോഴത്തെ തൻ്റെ അവസ്ഥ അല്ലെങ്കിൽ തൻ്റെ ഒരിടം ആസ്വാദകർക്ക് വ്യക്തമാക്കി കൊടുക്കുവാൻ ഉപയോഗിക്കുന്ന ഒരു തന്ത്രമാണ് തൻ്റേടാട്ടം. ഇത് സാധാരണ ഒരു ആട്ടം അല്ലെങ്കിൽ തെക്കൻ ദിക്കുകളിൽ ഇളകിയാട്ടം എന്ന് പറയുന്ന രീതിയിലാണ് ഇത് ചെയ്യുന്നത്. തിരനോക്കിന് ശേഷം തിരശീല മാറ്റുമ്പോൾ പീഠത്തിലിരുന്നു കൊണ്ട് ആണ് തൻ്റേടാട്ടം തുടങ്ങുന്നത്. ഒരു രംഗവന്ദനത്തിന് ശേഷം അതിന് ഒരു ഫോമുണ്ട്. ആ രംഗവന്ദനത്തിന് ശേഷം ജരാസന്ധന് തൻ്റേടാട്ടം ആരംഭിക്കുന്നത് എനിക്ക് ഏറ്റവും സുഖം ഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ്. എനിക്ക് ഏറ്റവും സുഖം ഭവിച്ചു, അതെന്തുകൊണ്ട്? ആലോചിച്ച് മനസ്സിലായി. എന്നോളം കരബലമുള്ള മറ്റാരും ഇന്നീ ഭൂമിയിലില്ല. ഞാൻ എല്ലാ രാജാക്കന്മാരെയോടും യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് അവരെയെല്ലാം കാരാഗ്രഹത്തിൽ അടച്ചിരിക്കുന്നു. ജരാസന്ധൻ ഏതാണ്ട് 20,800 രാജാക്കന്മാരെ കാരാഗ്രഹത്തിൽ അടച്ചിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ എനിക്ക് ഇന്ന് ഈ ലോകത്ത് ഒരു ആളും എതിരില്ല. അതുകൊണ്ട് എനിക്ക് ഏറ്റവും സുഖം ഭവിച്ചിരിക്കുന്നു. ഇതാണ് തൻ്റേടാട്ടത്തിൻ്റെ തുടക്കം. അപ്പോൾ അദ്ദേഹം വളരെ പ്രതാപവാനായ ഒരു രാജാവാണ്, വലിയ ശക്തനായ ഒരു രാജാവാണ് എന്ന് നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടാണ് ആ ആട്ടം ആരംഭിക്കുന്നത്. അതിനുശേഷം സാധാരണ അവിടെ ആടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ജരാസന്ധൻ്റെ ഉൽപ്പത്തി കഥ തന്നെയാണ്. എങ്ങനെയാണ് ജരാസന്ധൻ ഉണ്ടായത്? അപ്പോൾ ഇങ്ങനെ എനിക്ക് ഏറ്റവും സുഖം ഭവിച്ചു, അതെന്തുകൊണ്ട്? എന്നോളം കരബലമുള്ളവർ മറ്റാരും ഇന്നീ ഭൂമിയിലില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും സുഖം ഭവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എങ്ങനെയാണ് ഇങ്ങനെ ആയത് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് തൻ്റെ പൂർവ്വകഥ ജരാസന്ധൻ തന്നെ ആടുന്നതായിട്ടാണ് ഉൽപ്പത്തി കഥ അവിടെ വരുന്നത്. ജരാസന്ധൻ്റെ ഉൽപ്പത്തി കഥ വളരെ രസകരമാണ്. രസകരമെന്ന് പറഞ്ഞാൽ അത് തമാശ എന്നുള്ളൊരു രൂപത്തിലല്ല, വളരെ കൗതുകം നിറഞ്ഞതാണ്.
മഗധയിലെ രാജാവായിരുന്ന ബൃഹദ്രഥൻ, അദ്ദേഹത്തിന് 2 ഭാര്യമാരായിരുന്നു. കാശി രാജകുമാരിമാരായ 2 പേരായിരുന്നു ബൃഹദ്രഥൻ്റെ ഭാര്യമാർ. വളരെ ശക്തനും വളരെ നീതിമാനും വളരെ ധർമ്മിഷ്ഠനും അനേകം യാഗങ്ങളൊക്കെ ചെയ്യുന്ന ആളായിരുന്നിട്ട് പോലും അദ്ദേഹത്തിന് ഒരു വലിയ ദുഃഖമുണ്ടായിരുന്നു. അത് തനിക്ക് പുത്രന്മാരില്ല എന്നുള്ളതായിരുന്നു ബൃഹദ്രഥൻ്റെ ഏറ്റവും വലിയ ദുഃഖം. അങ്ങനെ വിഷമിച്ചിരിക്കുന്ന ബൃഹദ്രഥൻ ഒരു ദിവസം വനത്തിൽ വെച്ച് ഒരു മുനിയെ കാണുവാനിടയായി. അത് ആ മുനി പരശുരാമനാണ് എന്നും ഭൃഗു മഹർഷിയാണ് എന്നും അതല്ല ചണ്ഡകൗശികൻ എന്ന് പറയുന്ന ഒരു മഹർഷിയാണ് എന്നും പല വേർഷൻസ് ഉണ്ട്. ഏതായാലും ഒരു മഹർഷിയെ കാണുന്നു. മഹർഷിയെ കണ്ട സമയത്ത് മഹർഷി അങ്ങേക്ക് എന്ത് വരമാണ് വേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ബൃഹദ്രഥൻ തൻ്റെ ദുഃഖം മഹർഷിയോട് പറയുന്നു. ആ സമയത്ത് മഹർഷി ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു മാമ്പഴം പ്രത്യക്ഷപ്പെടും. ആ മാമ്പഴം രാജാവിന് നൽകിയിട്ട് മഹർഷി പറയുന്നത്, നീ ഇത് കൊണ്ടുപോയി നിൻ്റെ ഭാര്യയ്ക്ക് നൽകൂ. ഇത് കഴിച്ചാൽ അവർക്ക് കുട്ടികളുണ്ടാകും. അങ്ങനെ ബൃഹദ്രഥൻ ഈ ഫലവുമായിട്ട്, ഈ മാമ്പഴവുമായിട്ട് തൻ്റെ ഭാര്യമാരുടെ അടുത്തെത്തും. ബൃഹദ്രഥന് 2 ഭാര്യമാരോടും ഒരേപോലെയുള്ള സ്നേഹമാണ്. അപ്പോൾ അതാകെ അദ്ദേഹത്തിന് വിഷമമായി. ഇതിൽ ഈ പഴം ആർക്ക് കൊടുക്കും? ഒടുവിൽ അദ്ദേഹം ഒരു വഴി കണ്ടുപിടിച്ചു. ഈ പഴം 2ആയി മുറിച്ച് തൻ്റെ 2 ഭാര്യമാർക്കും കൊടുത്തു. അവരത് കൊണ്ടുപോയി കഴിച്ചു. അധികകാലം കഴിയുന്നതിന് മുമ്പ് അവർ 2 പേരും ഗർഭിണികളാകുകയും ചെയ്തു. രാജാവിന് വലിയ സന്തോഷമായി. ബ്രാഹ്മണർക്ക് ദാനങ്ങൾ നൽകി, മറ്റുള്ളവർക്ക് ഭക്ഷണം നൽകി, ഒരാഘോഷമായി തന്നെ രാജാവ് തൻ്റെ ഭാര്യമാരുടെ ഗർഭം ആഘോഷിച്ചു. അങ്ങനെ ഗർഭം തികയുന്ന സമയമെത്തി. ആദ്യത്തെ ഭാര്യ പ്രസവിച്ചു. സന്തോഷത്തോടുകൂടി രാജാവ് കുട്ടിയെ കാണുവാൻ വേണ്ടി ചെല്ലുമ്പോൾ അദ്ദേഹം കാണുന്നത് ആ കുട്ടിക്ക് പകുതി ശരീരം മാത്രമേ ഉള്ളൂ. തല മുതൽ കാല് വരെ 2ആയി കീറിയ അതിലൊരു ഭാഗം മാത്രമാണ് ഒരു ഭാര്യ പ്രസവിച്ച കുട്ടിക്കുള്ളത്. അതായത് ഒരു പഴം കൊടുത്തതിൻ്റെ പകുതി കഴിച്ചതുകൊണ്ട് പകുതി ദേഹം മാത്രമുള്ള കുട്ടിയാണ് ജനിച്ചത്. ആ സമയം തന്നെ 2ാമത്തെ ഭാര്യയും പ്രസവിച്ചു. അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം കാണുന്നത് ആ ഭാര്യ പ്രസവിച്ച ശരീരമാകട്ടെ അത് ഏത് പകുതിയാണോ ആദ്യ ഭാര്യ പ്രസവിച്ചത് അതിൻ്റെ മറുപകുതി മാത്രമാണ് 2ാമത്തെ ഭാര്യ പ്രസവിച്ചിരിക്കുന്നത്. അങ്ങനെ രാജാവാകെ വിഷണ്ണനായി. ഈ പകുതി ശരീരമുള്ള കുട്ടികളെ കൊണ്ട് എന്ത് ചെയ്യാൻ? ആ കുട്ടികളെ വനത്തിൽ വലിച്ചെറിഞ്ഞു. ഈ സമയം ജഡ എന്ന് പറയുന്ന ഒരു രാക്ഷസി ഭക്ഷണം കിട്ടാതെ ഇങ്ങനെ ഭക്ഷണം അന്വേഷിച്ച് അലഞ്ഞു നടക്കുകയാണ്. അങ്ങനെ ജഡ വനത്തിനുള്ളിൽ എവിടെയോ മനുഷ്യക്കുട്ടിയുടെ ഗന്ധം കണ്ടിട്ട് തനിക്കുള്ള ഭക്ഷണമായല്ലോ എന്ന് സന്തോഷിച്ച് ചെന്നെടുത്ത് നോക്കുമ്പോൾ കുട്ടിയുടെ പകുതി ഭാഗം മാത്രമേ ഉള്ളൂ. അതും കയ്യിൽ വെച്ചുകൊണ്ട് വീണ്ടും നടന്നു നോക്കുമ്പോൾ ആ കുട്ടിയുടെ മറുഭാഗവും കിട്ടി. ഇത് കയ്യിൽ 2 കയ്യിലും വെച്ച് അടുപ്പിച്ച് വെച്ച് നോക്കുന്ന സമയം ഈ 2 ശരീരഭാഗങ്ങളും കൂടിച്ചേർന്ന് ഒരു വളരെ ഐശ്വര്യമുള്ള ഒരു ബാലനായി മാറി. അങ്ങനെ 2 പകുതിയുള്ള 2 ശരീരഭാഗങ്ങൾ ജര എന്ന രാക്ഷസി ഒരുമിച്ച് ചേർത്ത് വെച്ചിട്ടുണ്ടായ കുട്ടിയായതുകൊണ്ടാണ് ജരാസന്ധൻ എന്ന പേര് മഗധയിലെ ബൃഹദ്രഥൻ്റെ മകനായ ഈ രാജാവിന് കിട്ടിയത്. ഇതിനുശേഷം ജര അതോടുകൂടി ഈ കുട്ടിയെ കണ്ട് ഈ കുട്ടിയെ ഇനി എന്ത് ചെയ്യും
എന്നാലോചിച്ച് ഏതായാലും രാജാവിന് അടുത്ത് ചെന്ന് കുട്ടിയെ സമർപ്പിക്കുക തന്നെ എന്ന് പറഞ്ഞ് രാജാവിൻ്റെ അടുത്തെത്തി രാജാവിൻ്റെ കയ്യിൽ കൊടുത്തു. രാജാവ് കുട്ടിയെ സന്തോഷത്തോടുകൂടി സ്വീകരിച്ച് വളർത്തി. അങ്ങനെയാണ് ഞാൻ ഉണ്ടായത് എന്ന തൻ്റെ ഉൽപ്പത്തി കഥ കൂടി ജരാസന്ധൻ സാധാരണ അവിടെ ആടാറുണ്ട്. അങ്ങനെ തൻ്റെ ഉൽപ്പത്തി കഥ ആടിയതിന് ശേഷം പീഠത്തിലിരുന്നു കൊണ്ട് ഉത്തരീയം വീശിയിരിക്കുന്ന സമയത്ത് ദൂരെ പെരുമ്പറ പൊട്ടുന്ന 3 ശബ്ദം കേട്ടു. വലിയ പെരുമ്പറ പൊട്ടുന്ന 3 ശബ്ദം കേട്ടു. എന്താണ് ശബ്ദം എന്ന് നോക്കുവാൻ വേണ്ടി രാജാവ് എഴുന്നേറ്റ് ചെല്ലുമ്പോൾ അദ്ദേഹം കാണുന്നത് തൻ്റെ കോട്ടമതിൽ ചാടിക്കടന്ന് 3 ബ്രാഹ്മണ വേഷധാരികൾ. ബ്രാഹ്മണ വേഷധാരികൾ എന്ന് പറയുമ്പോൾ അവർക്ക് പൂണൂലും ഒക്കെ ഉണ്ടെന്നേ ഉള്ളൂ. അതേസമയം തന്നെ അവർ സ്വർണമൊക്കെ ധരിച്ചിരുന്നു, നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ചിരുന്ന 3 ബ്രാഹ്മണർ തൻ്റെ കോട്ടമതിൽ ചാടിക്കടന്ന് അകത്തേക്ക് വരുന്നത് അദ്ദേഹം കാണുന്നു. ഇതെന്താണ് ഇവർ കോട്ടമതിൽ ചാടിക്കടന്നുകൊണ്ട് വരുന്നത് എന്ന് സംശയിച്ച് നിൽക്കുന്ന ജരാസന്ധൻ ഏതായാലും അവരിങ്ങോട്ടാണ് വരുന്നത്, അവരെ സ്വീകരിച്ച് ഇരുത്തി വേണ്ട പോലെ സൽക്കരിക്കുക തന്നെ. ബ്രാഹ്മണരാകുമ്പോൾ ക്ഷത്രിയൻ്റെ ധർമ്മമാണ് ബ്രാഹ്മണരെ സൽക്കരിച്ചിരുത്തി അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുക. ബ്രാഹ്മണ പ്രീതി എന്ന് പറയുന്നത് ക്ഷത്രിയൻ്റെ ധർമ്മമാണ്. അതുകൊണ്ട് തന്നെ അത് ചെയ്യാം എന്ന് തീരുമാനിക്കുന്നിടത്താണ് ഈ ഒരു രംഗം അവസാനിക്കുന്നത്. എന്നാൽ ഇതേ സമയം തന്നെ ചില ആളുകൾ ഈ ഭാഗത്ത് മറ്റൊരു കഥ കൂടി ആടാറുണ്ട്. അത് ഈ പെരുമ്പറകൾ പൊട്ടുന്ന സമയത്ത്, പെരുമ്പറകൾ പൊട്ടി വലിയ ശബ്ദം കേട്ട സമയത്ത് ഈ പെരുമ്പറകൾ എന്തുകൊണ്ട് പൊട്ടി, ഈ പെരുമ്പറകൾ അങ്ങനെ എളുപ്പത്തിൽ പൊട്ടിക്കാൻ കഴിയുന്നതല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഈ പെരുമ്പറകളുടെ ഉൽപ്പത്തി കഥ ചില സമയത്ത് ആടാറുണ്ട്. അപ്പോൾ അത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അദ്ദേഹത്തിൻ്റെ ജരാസന്ധൻ്റെ അച്ഛനായ ബൃഹദ്രഥൻ ഒരിക്കൽ ആനയുടെ രൂപം ധരിച്ചു വന്ന ഒരു അസുരൻ്റെ പേര് ഞാൻ മറന്നുപോയി, അസുരനെ വധിക്കുകയും ആ ആനയുടെ തോലെടുത്തിട്ട് 3 പെരുമ്പറകൾ അവിടെ സ്ഥാപിക്കുകയും ചെയ്തു. ആ പെരുമ്പറകൾ ആ ആനയുടെ, ആ രാക്ഷസൻ ആനയുടെ രൂപത്തിൽ വന്നത് ആനയുടെ തോലെന്ന് പറയുമ്പോൾ അത്ര കട്ടിയുള്ളതാണ്. അതിൽ ഒരു പെരുമ്പറയിലൊന്ന് അടിച്ചു കഴിഞ്ഞാൽ 1 മാസത്തോളം ആ അടിയുടെ ശബ്ദം അങ്ങനെ അന്തരീക്ഷത്തിൽ നിലനിൽക്കും എന്നാണ് പറയുന്നത്. അത്ര വലിയതും അത്ര ശക്തവുമായ പെരുമ്പറയാണ്. അത് സൃഷ്ടിച്ചതിന് ശേഷം ബൃഹദ്രഥൻ ജരാസന്ധനോട് പറയുന്നു, എന്നെങ്കിലും ഒരിക്കൽ ആരെങ്കിലും ഈ പെരുമ്പറ തകർത്താൽ അവർ നിന്നെ വധിക്കും എന്ന് ഒരു കാര്യം കൂടി ജരാസന്ധനോട് പറയുന്നുണ്ട്. അപ്പോൾ ജരാസന്ധൻ ഈ ഉൽപ്പത്തി കഥ ആടിയതിന് ശേഷം അവിടെ ഇരിക്കുന്ന സമയത്ത് ആദ്യം ദുർനിമിത്തങ്ങളൊക്കെ കാണും. ഇടത് പുരികം ഇങ്ങനെ വിറയ്ക്കുന്നു, ഇടത് കണ്ണ് തുടിക്കുന്നു. പുരുഷന്മാർക്ക് ഇടത് കണ്ണ് തുടിക്കുന്നതും ഇടത് പുരികം തുടിക്കുന്നതും ഒക്കെ ദോഷമാണ്. സ്ത്രീകൾക്കാണെങ്കിൽ വലത് ഭാഗത്ത് അതുപോലെ തന്നെ കണ്ണ് തുടിക്കുകയും ഒക്കെ ചെയ്യുന്നത് ദോഷമായിട്ടാണ് കരുതുന്നത്. എന്ന് മാത്രമല്ല ആ സമയത്ത് കഴുകന്മാർ കരയുന്ന ശബ്ദം കേൾക്കുന്നു, അന്തരീക്ഷത്തിൽ വലിയ മാറ്റങ്ങൾ കാണുന്നു. ഇതൊക്കെ സാധാരണ മോശമായ എന്തെങ്കിലും സംഭവിക്കാൻ പോകുമ്പോഴാണ് കഴുകന്മാർ വലിയ ശബ്ദമുണ്ടാക്കുന്നതും ഇങ്ങനെ പുരുഷന്മാർക്ക് ഇടതുഭാഗം, ശരീരത്തിൻ്റെ ഇടതുഭാഗം വിറയ്ക്കുകയും തുടിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അതിനുശേഷമാണ് അദ്ദേഹം ഈ പെരുമ്പറ പൊട്ടുന്ന ശബ്ദം കേൾക്കുന്നതും ഇതെന്ത് എന്ന് ആലോചിക്കുന്നത്. ഏതായാലും അങ്ങനെ ഈ ബ്രാഹ്മണർ മതിൽ ചാടിക്കടന്നു വരുന്ന ബ്രാഹ്മണരെ സ്വീകരിച്ച് അവരോട് കാര്യങ്ങൾ ചോദിക്കുക തന്നെ എന്ന് പറയുന്നിടത്ത് ഒരു 4 അരട്ടി എടുത്ത് ആ രംഗം അവസാനിക്കുന്നു. അടുത്ത രംഗം ജരാസന്ധൻ്റെ സഭയിൽ ബ്രാഹ്മണ വേഷം ധരിച്ച ശ്രീകൃഷ്ണനും ഭീമനും അർജുനനും എത്തിയിരിക്കുന്ന അവസരമാണ്. ബ്രാഹ്മണരെ കണ്ട രാജാവ് അവരെ വന്ദിച്ച് നമസ്കരിച്ച്
മാന്യസ്ഥാനത്ത് ഇടതുവശത്താണ് ഇരുത്തുന്നത്, മാന്യസ്ഥാനത്തല്ല. അതെന്തുകൊണ്ടാണെന്നറിയില്ല. ഒരു പക്ഷേ ഒരു ദൃശ്യപരമായ ഭംഗിക്ക് വേണ്ടിയായിരിക്കാം. സാധാരണ ബ്രാഹ്മണരെ വലതുഭാഗത്താണ് ഇരുത്തുന്നത്. പക്ഷേ രാജസൂയത്തിൽ പൊതുവായി കണ്ടിരിക്കുന്നത് 3 ബ്രാഹ്മണരെയും ഇടതുഭാഗത്ത്, അരങ്ങിൻ്റെ ഇടതുഭാഗത്തിരുത്തി ജരാസന്ധൻ തൻ്റെ പദം ആരംഭിക്കുന്നു. ഇവിടെ പദത്തിൻ്റെ അഭിനയത്തിനല്ല കൂടുതൽ പ്രാധാന്യം. ഈ പദത്തിന് ഓരോന്നിലും ഓരോ ചരണവും തുടങ്ങുന്ന സമയത്ത് ഒരു വട്ടമച്ച് കലാശം ഉണ്ട്. വട്ടമച്ച് കലാശം എന്ന് പറയുന്നത് കഥകളിയിലെ ഒരു കൊറിയോഗ്രാഫിക് യൂണിറ്റാണ്. പക്ഷേ ഈ വട്ടമച്ച് കലാശങ്ങൾക്ക് ഉള്ള ഒരു പ്രത്യേകത, ഈ വട്ടമച്ച് കലാശങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് ചൊല്ലി വട്ടം തട്ടുക എന്ന് ഒരു പരിപാടി കൂടിയുണ്ട്. അതായത് അടുത്ത ചരണത്തിൻ്റെ ആദ്യത്തെ വരി ഒന്ന് പാടി അതിനുശേഷം കലാശത്തിന് തുടക്കമിടുന്നു. ചൊല്ലി, അതായത് ആ പദം ചൊല്ലിയിട്ട് വട്ടം തട്ടി കലാശം തുടങ്ങുക. അപ്പോൾ ഈ കലാശം, ശരിക്കും കലാശം തുടങ്ങുന്നതിന് മുമ്പ് ഒരു ആട്ടം പലപ്പോഴും ചെയ്യാറുണ്ട്. സാധാരണ ഇനി പറയാൻ പോകുന്ന കാര്യം തന്നെ ഒന്ന് സൂചിപ്പിച്ചു പോവുകയാണ് ആ ആട്ടത്തിൽ ചെയ്യുന്നതെങ്കിൽ ചില അവസരങ്ങളിൽ വളരെ വിസ്തരിച്ചുള്ള ആട്ടങ്ങൾ അവിടെ പതിവുണ്ട്. അങ്ങനെ ഓരോ തവണയും ചൊല്ലി വട്ടം തട്ടിക്കഴിഞ്ഞാൽ വളരെ വിസ്തരിച്ച് ഉള്ള ചില ആട്ടങ്ങൾ വരുന്ന ഒരു കഥാപാത്രത്തിനാണ് ജരാസന്ധൻ. അല്ലെങ്കിൽ അങ്ങനെ ഒരു കഥയാണ് രാജസൂയം, വടക്കൻ രാജസൂയം. ഇവിടെ ഓരോ തവണയും ജരാസന്ധനാകെ സംശയമാണ്, ഇത് ബ്രാഹ്മണർ തന്നെയാണോ? ബ്രാഹ്മണർക്ക് ഇങ്ങനെ ഈ തൻ്റെ പെരുമ്പറ പൊട്ടിക്കുവാനുള്ള ശക്തി ഉണ്ടാകുമോ? മാത്രമല്ല ഇവരെ കണ്ടിട്ട് ക്ഷത്രിയ തേജസ്സാണ് മുഖത്ത് കാണുന്നത്. ഇവർക്കൊരിക്കലും ഒരു ബ്രാഹ്മണൻ്റെ ഒരു 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 ഭാവമല്ല മുഖത്ത് കാണുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആകെ സംശയമാണ്. അപ്പോൾ അദ്ദേഹം പല രീതിയിൽ ഇവരോട് ചോദിക്കുന്നുണ്ട്. അതൊക്കെയാണ് വളരെ രസകരമായിട്ടുള്ള ഒരു സംഭാഷണമാണ് ഇവർ തമ്മിലൊക്കെ. ഓരോ ചോദ്യങ്ങൾ ആദ്യത്തെ തവണ ചൊല്ലിവട്ടം തട്ടി ഓരോരുത്തരെയായി വിളിച്ച് ശ്രീകൃഷ്ണനെ വിളിച്ചിട്ട് ഞാൻ പൊതുവേ പറയുന്നതാണ്, ഇങ്ങനെ തന്നെ ആകണമെന്നില്ല. ഓരോ കലാകാരനും അവരുടേതായ രീതിയിലാണ് ഇതൊക്കെ അവതരിപ്പിക്കുന്നത്. വിളിച്ചിട്ട് ചോദിക്കും, നിന്നെ കണ്ടിട്ട് ഒരു ബ്രാഹ്മണനാണെന്ന് തോന്നുന്നില്ലല്ലോ, എന്താ ചെയ്യുന്നത്? അപ്പോൾ അദ്ദേഹം എന്തെങ്കിലുമൊക്കെ മറുപടികൾ, പൂജ ഒക്കെയാണ് ഞാൻ സാധാരണ ചെയ്ത് ജീവിക്കുന്ന ആളാണ്. ആണോ, പൂജയൊക്കെയാണോ ചെയ്യുന്നത്? പക്ഷേ കണ്ടിട്ട് അങ്ങനെ ഒരു ബ്രാഹ്മണനായിട്ട് തോന്നുന്നില്ലല്ലോ. അപ്പോൾ പറഞ്ഞാൽ അത് ഞാൻ പൂണൂലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ പലരും പറയും, പൂണൂലിവിടെ ആശാരിമാരും പൂണൂലിട്ട് കാണാറുണ്ട്. അല്ല, ഞാൻ ശരിക്കും ബ്രാഹ്മണനാണ്. നമ്മൾ തമ്മിൽ മുമ്പ് കണ്ടിട്ടുണ്ടോ? അപ്പോൾ കാര്യം ശ്രീകൃഷ്ണനെ പലതവണ തോൽപ്പിച്ച് ഓടിച്ചിട്ടുണ്ട് ജരാസന്ധൻ. കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ഓർക്കുന്നു, ഒരിക്കൽ അങ്ങ് ശ്രീകൃഷ്ണനുമായിട്ട് യുദ്ധം ചെയ്ത് തോറ്റോടുന്നത് അന്ന് ഞാൻ അവിടെ നിന്ന് കണ്ടിട്ടുണ്ട്. കുറേ ഞാനല്ല തോറ്റോടിയത്, അത് ശ്രീകൃഷ്ണനെയാണ് ഞാൻ തോൽപ്പിച്ച് ഓടിച്ചത്. ഞാൻ അവനെ പർവ്വതത്തിൻ്റെ അപ്പുറത്തേക്ക് ഓടിച്ചു കളഞ്ഞു എന്ന് പറയുന്നുണ്ട്. ഇതിൽ ഈ ജരാസന്ധനും ശ്രീകൃഷ്ണനും തമ്മിലുള്ള ഒരു വൈരത്തിനും ഒരു കാരണമുണ്ട്. ജരാസന്ധൻ്റെ 2 പെൺമക്കളാണുള്ളത് ജരാസന്ധന്, ആസ്തിയും പ്രാപ്തിയും. ഈ ആസ്തിയെയും പ്രാപ്തിയെയുമാണ് കംസൻ വിവാഹം കഴിച്ചിരുന്നത്. അപ്പോൾ ആസ്തിയും പ്രാപ്തിയെയും കംസൻ വിവാഹം കഴിച്ചിരുന്നു. അങ്ങനെ കംസനെ ശ്രീകൃഷ്ണൻ വധിച്ചതോടുകൂടി തൻ്റെ പെൺമക്കൾ 2 പേരും വിധവകളായി, ആസ്തിയും പ്രാപ്തിയും വിധവകളായി. അപ്പോൾ അതുകൊണ്ടാണ് ശ്രീകൃഷ്ണനോട് ജരാസന്ധന് ഇത്ര വ്യക്തിപരമായിട്ടുള്ള വിരോധം. അപ്പോൾ ചിലപ്പോൾ ആട്ടത്തിൽ അത് പറയാറുണ്ട്, ഇതാ നോക്കൂ, എൻ്റെ മക്കൾ വിഷമിച്ചിരിക്കുന്നത് കണ്ടോ, ഇതിനൊക്കെ കാരണം അവനാണ്, അതുകൊണ്ട് തന്നെ ഞാൻ അവനെ ഒന്ന് തോൽപ്പിച്ച് ഓടിച്ചു, എന്തെങ്കിലും ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകൃഷ്ണനോട് ഇങ്ങനെ സംശയം. അതിനുശേഷം ഭീമനോട്, നീ എന്താ ചെയ്യുന്നത്? അത് ഞാൻ പാചകമൊക്കെയാണ് ചെയ്യുന്നത്. പാചകമൊക്കെയാണോ? അതോ ഭക്ഷണം കഴിക്കൽ മാത്രമേ ഉള്ളൂ? കണ്ടിട്ട് നീ ഒരു വലിയ തീറ്റപ്രിയനാണെന്ന് തോന്നുന്നല്ലോ. ഇങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ, ഈ സംശയം മനസ്സിൽ വെച്ചുകൊണ്ടാണ് ആദ്യത്തെ ഭാഗത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്. അതിനൊക്കെ അവർ ഓരോ മറുപടികളൊക്കെ പറയും. ഈ ചോദ്യോത്തരം വളരെ രസകരമായിട്ടുള്ള ഒരു ഭാഗമാണ്. കുറേ തമാശകളും ഒക്കെ ചേർത്തിട്ടാണ് ഈ ചോദ്യോത്തരം നടത്തുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ ഭാഗത്ത് അവരെ വന്ദിക്കുകയും അതിനുശേഷം
എന്നെക്കുറിച്ച് ലോകം മുഴുവൻ നല്ലതല്ലേ പറയുന്നത്, നിങ്ങൾ പല നാടുകളിൽ പോകുന്നവരാണല്ലോ, അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകുമല്ലോ എന്നെക്കുറിച്ച് നല്ലതല്ലേ എല്ലാവരും പറയുന്നത് എന്ന് ചോദിക്കുകയും അങ്ങനെയാണ് എന്നൊക്കെ പറയുകയും ചെയ്യും. അതിനുശേഷം ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യത്തിന് ഇവർ പറയുന്ന മറുപടി, ഇത് ഞങ്ങളുടെ ആഗ്രഹം സാധിച്ചു തരുമെന്ന് ഉറപ്പ് തരണം എന്ന് പറയും. അപ്പോൾ ജരാസന്ധൻ പറയുന്നത് ഇവരുടെ അഹങ്കാരം വലിയ വലിയ അഹങ്കാരികൾ തന്നെ, കാരണം എന്നോട് വന്നിട്ട് ഇങ്ങനെ ആഗ്രഹം സാധിച്ചു തരണം എന്നൊക്കെ പറയുന്നു. ഇനി ഇവന്മാർ ശരിക്കും ബ്രാഹ്മണരാണോ? മുമ്പ് ഒരിക്കൽ ശിബി ചക്രവർത്തിയുടെ അടുത്ത് പിന്നെ ദേവേന്ദ്രൻ അദ്ദേഹത്തെ പരീക്ഷിക്കുവാൻ വേണ്ടി വന്ന കഥ, അതായത് പ്രാവായും ദേവേന്ദ്രൻ ഒരു കഴുകനായിട്ടുമൊക്കെ വന്ന് ശിബി ചക്രവർത്തിയെ പരീക്ഷിച്ച കഥ, അത് അവിടെ ആടാറുണ്ട്. അതിനുശേഷം വീണ്ടും കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞപ്പോൾ ഇവർ പറയും ഞങ്ങൾക്ക് സത്യം ചെയ്തു തരണം എന്ന് പറയും. അങ്ങനെ സത്യം ചെയ്തു കൊടുക്കും. നിങ്ങളുടെ ആഗ്രഹം, ബ്രാഹ്മണരുടെ ആഗ്രഹം ഞാൻ ഒരിക്കലും നിഷേധിച്ചിട്ടില്ല, എങ്കിലും നിങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാൻ സത്യം ചെയ്തു തരാം, ബ്രാഹ്മണർ എന്താഗ്രഹം പറഞ്ഞാലും ഞാൻ സാധിച്ചു കൊടുക്കും. അങ്ങനെ സത്യം ചെയ്ത് കൊടുക്കുന്നു. അത് കഴിഞ്ഞ ഉടൻ തന്നെ ശ്രീകൃഷ്ണൻ പിന്നീട് പറയുന്നത് ഞങ്ങൾക്ക് ദ്വന്ദ്വയുദ്ധം വേണം എന്ന് പറയുന്നതോടി അതിനുശേഷം പറയും ഞാൻ ശ്രീകൃഷ്ണനാണ്, ഇത് ഭീമനാണ്, ഇത് അർജുനനാണ് എന്ന് പറയും. ആ സമയം ബ്രാഹ്മണ വേഷം മാറിയിട്ട് അർജുനനും ഭീമനും രണ്ട് പച്ചവേഷങ്ങളും ശ്രീകൃഷ്ണൻ സാധാരണ നമ്മൾ കാണുന്ന പോലെ മുടിവെച്ച ശ്രീകൃഷ്ണ വേഷവും രംഗത്തേക്ക് വരുന്നു. അതിനുശേഷം ജരാസന്ധൻ അടുത്ത ചരണത്തിന് ചൊല്ലിവട്ടം തട്ടിക്കഴിഞ്ഞാൽ ആടുന്ന കഥ മഹാബലിയുടേതാണ്. ഇവന്മാർ ചതിയന്മാരാണ്, ഈ ശ്രീകൃഷ്ണനും മഹാവിഷ്ണുവും ഒക്കെ ചതിയന്മാരാണ്. മുമ്പ് മഹാബലിയെ ഇതേപോലെ തന്നെ ഒരു ബ്രാഹ്മണ വേഷത്തിൽ വന്ന് ഇവർ ചതിച്ചിട്ടുണ്ട്. ഏതായാലും ഞാൻ സത്യം ചെയ്തു കൊടുത്തതല്ലേ, യുദ്ധം ചെയ്യുക തന്നെ എന്ന് പറഞ്ഞ് ആ കൂട്ടത്തിൽ നിന്ന് ആരെ ദ്വന്ദ്വയുദ്ധത്തിന് സ്വീകരിക്കണം എന്ന് ചോദിക്കുമ്പോൾ നിന്നെ ഞാൻ പലവട്ടം തോൽപ്പിച്ചോടിച്ചതാണ്, അതുകൊണ്ട് നിന്നോട് യുദ്ധം ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല എന്ന് ശ്രീകൃഷ്ണനോട് ജരാസന്ധൻ പറയുന്നു. അർജുനൻ തീരെ ചെറിയ കുട്ടിയാണ്, അവനോട് ഞാൻ യുദ്ധം ചെയ്യാനില്ല എന്ന് പറയുന്നു. അതിനുശേഷം ഭീമനെ നോക്കി ഇവൻ എനിക്ക് തരക്കാരൻ തന്നെ, ഇവനോട് ദ്വന്ദ്വയുദ്ധം ചെയ്യാം എന്ന് പറഞ്ഞ് ദ്വന്ദ്വയുദ്ധം ചെയ്യുന്നു. ആദ്യം ജരാസന്ധനെ വധിച്ചു. പക്ഷേ ജരാസന്ധൻ്റെ പ്രത്യേകത രണ്ട് ഭാഗങ്ങൾ കൂട്ടി തനിയെ ചേർന്ന് ആണ് ജരാസന്ധൻ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം വലിച്ചു കീറി അവിടെ തന്നെ ഇടുന്നെങ്കിലും ആ രണ്ട് ഭാഗങ്ങളും ഒരുമിച്ച് ചേർന്ന് വീണ്ടും ജരാസന്ധൻ ജനിച്ചു വരുന്നു. ആ സമയം ശ്രീകൃഷ്ണൻ വന്ന് അവനെ കൊല്ലേണ്ടത് എങ്ങനെയാണ് എന്ന് ഭീമന് കാണിച്ചു കൊടുക്കുന്നു. ഒരു വെറ്റില രണ്ടായി കീറി രണ്ട് ഭാഗത്തേക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ഇങ്ങനെയാണ് അവനെ കൊല്ലേണ്ടത് എന്ന് പറഞ്ഞ് അടുത്ത തവണ ഭീമൻ ജരാസന്ധനെ വധിക്കുമ്പോൾ ശരീരം രണ്ടായി കീറി ഒരു ഭാഗം അത് തമ്മിൽ ചേരാൻ കഴിയാത്ത വിധം തിരിച്ചും മറിച്ചും ഇട്ട് ജരാസന്ധനെ വധിക്കുന്നു. അതിനുശേഷം അവിടെയുള്ള രാജാക്കന്മാരെയെല്ലാം മോചിപ്പിച്ച് ജരാസന്ധൻ്റെ മകനായ സഹദേവനെ മഗധയുടെ രാജാവായി അഭിഷേകം ചെയ്ത ശേഷം ഇനി ചെന്ന് ധർമ്മപുത്രരോട് ഈ കാര്യങ്ങളൊക്കെ പറയുക തന്നെ എന്ന് പറഞ്ഞ് ഇവർ മൂന്നുപേരും നിഷ്ക്രമിക്കുന്നതോടുകൂടി ജരാസന്ധനെ വധിക്കുന്ന ആദ്യ ഭാഗം, രാജസൂയത്തിൻ്റെ ആദ്യ ഭാഗം അവസാനിക്കുന്നു. ഇതിൻ്റെ അടുത്ത ഭാഗം ഇദ്ദേഹത്തിൻ്റെ അതിനുശേഷം രാജസൂയം തുടങ്ങുകയും രാജസൂയം നടക്കുന്ന സമയത്ത് എല്ലാ രാജാക്കന്മാരെയും ക്ഷണിക്കുന്ന കൂട്ടത്തിൽ ജരാസന്ധൻ്റെ സുഹൃത്തായ ശിശുപാലനെ കൂടി രാജസൂയത്തിലേക്ക് ക്ഷണിക്കുകയും ശിശുപാലൻ ജരാസന്ധനെ വധിച്ചതിൻ്റെ ഉള്ള ദേഷ്യവും അതോടൊപ്പം തന്നെ ശ്രീകൃഷ്ണനോടുള്ള ദേഷ്യവും എല്ലാം കൂടി ചേർത്ത് അവിടെ എത്തി യാഗം മുടക്കുവാൻ ശ്രമിക്കുകയും ശ്രീകൃഷ്ണൻ അദ്ദേഹത്തെ വധിക്കുകയും ചെയ്യുന്ന ഭാഗമാണ് അടുത്തത്. അത് അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടാം. നമസ്കാരം.